കേരളത്തിലെ പോലീസ് ഒരു കേസ് എടുക്കുന്നു, അവസാനം പരാതി ഉണ്ടോ എന്ന് അന്വേഷിച്ച് നടക്കുക. അത്താഴ പ്രശ്നക്കാരെ അന്വേഷിച്ച് നടക്കുന്ന ചില തറവാട്ട് കാരണവന്മാരെ പോലെ. ഷാഫി പറമ്പിലിന് എക്സ്റ്റൻഡഡ് ലൈബിലിറ്റി ഉണ്ടെന്ന് പറഞ്ഞ് വഴി തടയുമ്പോ വി.ഡി. സതീശനാണ് ഇതിന്റെ ഉത്തരവാദിത്വമെന്ന് നിങ്ങൾ പറയുമ്പോൾ, കോൺഗ്രസ് പാർട്ടിയോട് ആലോചിച്ചിട്ടാണ് ഒരു വ്യക്തി അയാളുടെ സ്വകാര്യ ജീവിതത്തിൽ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ എന്ന് പറയുമ്പോൾ അത് രാഷ്ട്രീയമാണ്. അതിന് ഞങ്ങൾ രാഷ്ട്രീയമായിട്ട് എതിർക്കും. ഡോക്ടർ ജിൻഡോ ജോൺ, ഇന്ന് ശ്രീ എം ഹസൻ പറഞ്ഞതിൽ പാർട്ടി നിലപാട് പറയുന്നതിന് മുമ്പ് വനിതാ അംഗങ്ങൾ അതിൽ രാജിവെക്കണമെന്ന നിലപാട് സ്വീകരിച്ചത് തെറ്റായിപ്പോയി. കോൺഗ്രസിന്റെ നേതാക്കളാണ് അല്ലേ? ഉമ്മ തോമസ് എങ്ങനെയാണ് വനിതാ അംഗം മാത്രമായി മാറുന്നത്? എങ്ങനെയാണ് ബിന്ദു കൃഷ്ണ വനിതാ അംഗം മാത്രമായി മാറുന്നത്? അപ്പൊ പാർട്ടിക്ക് മുൻപ് വനിതാ അംഗങ്ങൾ, ഞാൻ ചോദിക്കട്ടെ, ഇപ്പം രമേശ് ചെന്നിത്തല എടുത്ത നിലപാട് പുരുഷ അംഗം എന്ന് പറയുമോ? ഇല്ല. ഇതിൽ വേദന എന്ന് പറയുന്നതിന് ഇതിൽ ഒരു വേദനയും പുതിയ വേദനയല്ല. ഇതിൽ ഒരു ഐക്യദാർഢ്യവും എന്ന് പറയുന്നത് അതൊരു വിഭാഗം കാലാകാലങ്ങളായി അനുഭവിക്കുന്ന അവഹേളനത്തിന്റെ, അധിക്ഷേപത്തിന്റെ, മുന്നോട്ട് വരവലിന്റെ പുറത്ത് ചാർത്തിക്കൊടുക്കുന്ന വൃത്തികെട്ട നിറങ്ങളുടെ ഒക്കെ പ്രശ്നങ്ങളാണ്. അതിജീവിക്കുന്നതിനോ വിജയിക്കുന്നതിനോ ഒക്കെ ഈ ഒരു കളർ എന്നുള്ളതിന്റെ എത്രയോ പതിറ്റാണ്ടുകൾ സഹിച്ചതിന് ശേഷമാണ് ഒരു ഇര കൂടി എന്ന് പറയുന്നതിനെ ഉൾക്കൊള്ളാൻ കഴിയാത്ത ചില തികട്ടി വരവുകൾ ഉണ്ടാകുന്നതിനെ വനിതാ അംഗങ്ങളുടെ എടുത്തുചാട്ടം എന്ന നിലയ്ക്ക് പരിമിതപ്പെട്ട് കാണാനുള്ള ഉന്നതി ഉണ്ടാകുന്നത് എങ്ങനെയാണ് നിങ്ങളുടെ നേതാക്കൾക്ക്? മാധു, ഞാൻ സംസാരിക്കുന്നതിനിടയ്ക്ക് നിങ്ങൾ പറയുന്നത് കേൾക്കുന്നില്ലെങ്കിൽ ക്ഷമിക്കണം. ഈ എയർപോർട്ടിൻ്റെ ബാറ്ററി ചാർജ് കുറഞ്ഞതുകൊണ്ടാണ്, അല്ലാണ്ട് നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരവില്ലാത്തത് കൊണ്ടല്ല. ഞാൻ മാധുവിൻ്റെ ചോദ്യത്തിലേക്ക് വരാം. അതിനു മുമ്പേ BJPയുടെ പ്രതിനിധി പറയുന്നത് ഇതിൽ പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ ഭീഷണിക്ക് വഴങ്ങിക്കൊണ്ടാണ് ഇങ്ങനെ തീരുമാനം കോൺഗ്രസ് എടുക്കുന്നതെന്ന്. ഇനി നിങ്ങൾ ജമാഅത്തെ ഇസ്ലാമിയെയോ അല്ലെങ്കിൽ അമേരിക്കൻ ഗൂഢാലോചനയോ, പണ്ടൊക്കെ CPM അത് പറയുന്നത്, BJP അത് പറഞ്ഞു തുടങ്ങി. നിങ്ങൾ അതും കൂടി പറഞ്ഞു കഴിഞ്ഞോ? അപ്പോൾ ഈ ബ്രിജ്ഭൂഷൺ യാദവിനെ, യെദ്യൂരപ്പയും പ്രജ്വൽ രേവണ്ണയൊക്കെ നിങ്ങൾ കൊണ്ട് നടക്കുന്ന എന്തിനു വേണ്ടിയിട്ടാണ്? BJPയുടെ ഒരു ഡസനിലധികം നേതാക്കന്മാരുടെ പേര് ഈ 2025 തന്നെ പുറത്തു വന്നിട്ടുണ്ട്. ഇതൊന്നും എണ്ണി പറയുന്നതല്ല ശരിയെന്ന് ഞാൻ വിചാരിക്കാം. പക്ഷെ അവസാനം ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഈ പാലക്കാടത്തെ കൃഷ്ണകുമാറുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ നിങ്ങളുടെ പാർട്ടി നേതാവിൻ്റെ പ്രസിഡന്റിൻ്റെ കയ്യിൽ ഒരു പരാതി കിട്ടിയിട്ടുണ്ടല്ലോ. ഈ 2025 ഏപ്രിൽ മാസം 7-ാം തീയതി ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് അയച്ച കത്ത് കേരളത്തിലെ ചീഫ് സെക്രട്ടറി അതേ മാസം തന്നെ 22-ാം തീയതി സീൽ ചെയ്ത് പാലക്കാട് SP ഓഫീസിലേക്ക് അന്വേഷിക്കാൻ വിട്ട കത്ത് അതുകൂടി അന്വേഷിക്കണ്ടേ? അപ്പോൾ അത്തരം നമ്മൾ ഈ വിഷയങ്ങളെ അഡ്രസ്സ് ചെയ്യുന്നത് കോൺഗ്രസിനകത്ത് ഏതോ ഒരാൾക്ക് ഇങ്ങനെ ആളുടെ ഭാഗത്ത് വീഴ്ച പറ്റി എന്ന് മാത്രമല്ല, നമ്മൾ മൊത്തം സിസ്റ്റത്തെക്കുറിച്ച് നമ്മൾ സംസാരിക്കണ്ടേ? അതിനു പകരം വിഷയത്തിൽ കൃത്യമായ നിലപാടില്ല എന്ന്. ഈ ബ്രിജ്ഭൂഷൺ യാദവിൻ്റെ കാര്യത്തിലേ ഒളിമ്പിക് ഗോൾഡ് മെഡൽ പുഴയിൽ എറിയാൻ പോയ പെൺകുട്ടികൾ, അവരെയൊന്നും പെൺകുട്ടികളായിട്ട് നിങ്ങൾ കണ്ടില്ലേ? ഉന്നാവും ഹത്രാസവും ഒന്നും നിങ്ങൾ പെൺകുട്ടിയായി കണ്ടില്ലേ? യെദ്യൂരപ്പ പീഡിപ്പിച്ച പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ നിങ്ങൾ പെൺകുട്ടിയായിട്ട് കാണുന്നില്ലേ? അപ്പോൾ കോൺഗ്രസിനെ മാത്രമല്ല, നമ്മൾക്ക് എല്ലാവരും കറക്റ്റ് ചെയ്യണ്ടേ? നമ്മളൊരു രാഷ്ട്രീയ രംഗത്ത് നിൽക്കുമ്പോൾ എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കറക്റ്റ് ചെയ്യണം, ഓഡിറ്റ് ചെയ്യപ്പെടണം. ഇത് കിട്ടിയ അവസരം എന്നുള്ളതിൽ പറയുമ്പോൾ ഇങ്ങനെ കൂടി ഒരു പ്രശ്നമുണ്ടെന്ന് ആലോചിക്കണം. ഇനി മാധുവിനോടൊരു കാര്യം, ഇന്നിപ്പോൾ CPIയുടെ ജില്ലാ പഞ്ചായത്ത് മെമ്പറായിട്ടുള്ള പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി മെമ്പറായിട്ടുള്ള ജില്ലാ പഞ്ചായത്ത് മെമ്പറായിട്ടുള്ള ശ്രീനാദേവിയുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ട്. ചില മാധ്യമ പ്രവർത്തകർ അവരെ വിളിച്ചിട്ട് രാഹുലിനെതിരെ പരാതി ഉണ്ടോ എന്ന് ചോദിക്കുന്നു. കേരളത്തിലെ പോലീസ് ഒരു കേസ് എടുക്കുന്നു, അവസാനം പരാതി ഉണ്ടോ എന്ന് അന്വേഷിച്ച് നടക്കുക. അത്താഴ പ്രശ്നക്കാരെ അന്വേഷിച്ച് നടക്കുന്ന ചില തറവാട്ട് കാരണവന്മാരെ പോലെ. അത് ശരിയായ മാതൃകയാണോ? ഇവിടെ ആരെ പരാതി? ഇനി നിങ്ങൾ കോൺഗ്രസിന്റെ നടപടിക്രമങ്ങളെ കുറ്റം പറയുന്നു. ഈ മാസം ഏപ്രിൽ 21-ാം തീയതി രാഹുൽ മാങ്കൂട്ടത്തിൽ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനത്ത് മാറി നിൽക്കുന്നു. ഏപ്രിൽ 25-ാം തീയതി അദ്ദേഹത്തെ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുന്ന സാഹചര്യമുണ്ടായി. ഇത്രയും ദിവസത്തിനിടയിൽ, ഈ 10-12 ദിവസത്തിനിടയിൽ ഒരാൾ പോലും പരാതി പറയാൻ വരാത്തത് എന്താ? കോൺഗ്രസിനെ പേടിച്ചുകൊണ്ടാണോ? അത് കേരളത്തിലെ ആഭ്യന്തര വകുപ്പിൽ വിശ്വാസമില്ലാത്തത് കൊണ്ടാണോ? ആ വിഷയത്തെ കൂടി നമ്മൾ പറയണ്ടേ? ഇവിടെ കോൺഗ്രസിന്റെ സ്റ്റാൻഡിന് ഒരു കുഴപ്പമില്ലെന്നേ. ഞാൻ പറയുന്നത്, പ്രേംകുമാർ ചോദിച്ചു എൻ്റെ സ്റ്റാൻഡ് അന്നും ഇന്നും ഒന്നാണ് പ്രേംകുമാറെ. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ വന്നിരുന്ന് പറയുന്നത്. ഒരു അഭിപ്രായ വ്യത്യാസം അതിൽ വേണ്ട. ഞാൻ എൻ്റെ സ്റ്റാൻഡ് കൃത്യമായിട്ട് പറഞ്ഞു. അതൊരു കോൺഗ്രസ്സുകാരന് മാത്രം പറയാൻ പറ്റുന്ന സ്റ്റാൻഡും കൂടിയാണ്. അത് കേരളത്തിൽ ഒരു CPM-കാരനോ BJP-കാരനോ പറയാൻ പറ്റില്ല. കോൺഗ്രസിനകത്ത് ഇരുന്നു കൊണ്ട് കോൺഗ്രസിനകത്ത് കൃത്യമായിട്ട് പറയാൻ പറ്റുന്ന സ്റ്റാൻഡാണ്. പൊതുമധ്യത്തിലും പറയാൻ പറ്റും. ആ സ്റ്റാൻഡിൽ ഞങ്ങൾക്ക് ഒരു മാറ്റവുമില്ല. എൻ്റെ ഫേസ്ബുക്ക് പേജിൻ്റെ പോസ്റ്റിൻ്റെ ആദ്യ പാരഗ്രാഫിൽ എഴുതിയിരിക്കുന്ന അവസാന വാചകങ്ങൾ താങ്കൾ ഒന്നുകൂടി വായിക്കണം. പരാതിക്കാരികളായിട്ടുള്ള മുഴുവൻ പെൺകുട്ടികളും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി കൊടുക്കാൻ തയ്യാറാകണമെന്ന് പറഞ്ഞേ. ആ ചില മാധ്യമ പ്രവർത്തകർക്ക് നേരിട്ടറിയാം, ഞങ്ങൾക്ക് രഹസ്യമായിട്ട് അറിയാം. ഈ അറിയാവുന്ന കാര്യങ്ങൾ ഒളിച്ചു വെക്കുന്നത് ക്രിമിനൽ പ്രവർത്തനം നടത്തുന്ന ആൾക്ക് ഒത്താശയല്ലേ? ഈ അറിയാവുന്നവർ ഒളിച്ചു വെക്കുകയല്ല ചെയ്യേണ്ടത്. കേരളത്തിലെ പോലീസിനെ വിശ്വസിച്ചുകൊണ്ട് പരാതി കൊടുക്കണ്ടേ? നടപടി സ്വീകരിക്കണ്ടേ? നമുക്ക് സോഷ്യൽ മീഡിയയിലൂടെ മാധ്യമങ്ങളിലൂടെ ചർച്ച ചെയ്ത് വിധി കൽപ്പിച്ചാൽ മാത്രം മതിയോ? ഈ രാജ്യത്തിന്റെ നിയമ സംവിധാനം അനുസരിച്ചിട്ട് ശിക്ഷിക്കപ്പെടണ്ടേ? അവരെ തിരുത്തപ്പെടണ്ടേ? അതെന്തുകൊണ്ടാണ് പറയാത്തത്? ഇനി ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഞങ്ങൾ ഇത് രാഷ്ട്രീയമായിട്ട് കണ്ടു തുടങ്ങിയത് എപ്പോഴാണ്? ഷാഫി പറമ്പിലിന് എക്സ്റ്റൻഡഡ് ലൈബിലിറ്റി ഉണ്ടെന്ന് പറഞ്ഞ് വഴി തടയുമ്പോൾ
VD സതീശനാണ് ഇതിന്റെ ഉത്തരവാദിത്വം എന്ന് നിങ്ങൾ പറയുമ്പോൾ കോൺഗ്രസ് പാർട്ടിയോട് ആലോചിച്ചിട്ടാണ് ഒരു വ്യക്തി അയാളുടെ സ്വകാര്യ ജീവിതത്തിൽ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ എന്ന് പറയുമ്പോൾ അത് രാഷ്ട്രീയമാണ്. അതിന് ഞങ്ങൾ രാഷ്ട്രീയമായിട്ട് എതിർക്കും. പിന്നെ സ്വമേധയാ ഇവിടെ കേസെടുക്കുന്നു, അത് രാഷ്ട്രീയ വേട്ടയാടലിന്റെ ഭാഗമാണ്. സ്വമേധയാ കേരളത്തിലെ പോലീസ് എടുക്കുന്ന കേസ് പി കെ ശശിയുടെ കാര്യത്തിലുണ്ടായോ, അല്ലെങ്കിൽ ശശീന്ദ്രന്റെ കാര്യത്തിലുണ്ടായോ, അല്ലെങ്കിൽ ഈ പറഞ്ഞ നിരവധി കാര്യം തോമസ് ഐസക്കിന്റെയും കടകംപള്ളിയുടെയും ശ്രീരാമകൃഷ്ണന്റെയും ആർഷോയുടെ ഒക്കെ കാര്യത്തിലുണ്ടായോ? അപ്പൊ സ്വമേധയാ കേസെടുക്കുമ്പോൾ അത് രാഷ്ട്രീയ പ്രേരിതമാണ് എന്ന് ഞങ്ങൾ ചിന്തിക്കും. അത് രണ്ടാമത്തെ കാര്യം. ഇനി അടുത്തത്, കോൺഗ്രസിന്റെ 2 MLA-മാർ റേപ്പ് കേസിൽ പ്രതിയാണെന്ന് എനിക്കറിയില്ല. റേപ്പ് കേസിൽ പ്രതിയാണെന്ന് പലരും പല കേസിൽ പ്രതികളായിട്ടുണ്ടാവും. പക്ഷെ റേപ്പ് കേസിൽ പ്രതിയാണോ എന്ന് എനിക്കറിയില്ല. താങ്കൾ ആരെ ഉദ്ദേശിച്ചെന്ന് അറിയില്ല. അങ്ങനെയാണെങ്കിൽ മുകേഷ് റേപ്പ് കേസിലെ പ്രതിയാ. താങ്കൾ ഉദ്ദേശിച്ച ആളുകൾ റേപ്പ് കേസിലെ പ്രതിയാണോ എന്ന് എനിക്കറിയില്ല. 2 പേര് തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസത്തിൽ ദേഹോപദ്രവത്തിന്റെ പേരിൽ എടുക്കുന്ന കേസും പരസ്പര സമ്മതത്തോടെ നടക്കുന്ന സ്വകാര്യ ജീവിതത്തിലെ കാര്യം പിന്നീട് പറയുന്ന കേസും ഒക്കെ വേറെ പല കാര്യങ്ങളുമാണ്. അത് നമ്മൾ മനസ്സിലാക്കണം. ഇനി അടുത്തത്, വെളിച്ചത്ത് കൊണ്ടുവരണമെന്ന്. വെളിച്ചത്ത് കൊണ്ടുവരാൻ വേണ്ടിയിട്ട കേസ് കേരളത്തിലെ നിയമ സംവിധാനം, ഈ രാജ്യത്തിന്റെ നീതി നിർവഹണ സംവിധാനം, അതിന്റെ മുമ്പിൽ വിശ്വാസത്തോടെ നമ്മൾ ഒരു പരാതി കൊടുക്കണ്ടേ പ്രേംകുമാറെ? പരാതി കൊടുക്കണ്ടേ? ഇനി മാധുവിന്റെ ഒരു ചോദ്യം ഉണ്ടല്ലോ, MM ഹസന്റെ സ്റ്റേറ്റ്മെന്റ്, വനിതാ നേതാക്കന്മാർ, പലർക്കും പല അഭിപ്രായങ്ങൾ പാർട്ടിക്കകത്തുണ്ടാവും, പലരും അത് പുറത്തും പറയും. അത് കോൺഗ്രസ് പാർട്ടിക്ക് കിട്ടുന്ന ഒരു അവസരമാണ്. കോൺഗ്രസ് പാർട്ടിയിൽ മാത്രമേ അതുള്ളൂ. മറ്റു പാർട്ടികളിലൊക്കെ ഇരിക്കവിടെ എന്ന് മാത്രമാണോ ആ ജനാധിപത്യ അവകാശമുള്ളത് ഡോക്ടർ ജിൻഡോ ജോൺ? അതേ അഭിപ്രായം മുതിർന്ന നേതാക്കളായ ഉമാ തോമസും ബിന്ദു കൃഷ്ണയും ചോദിക്ക് പറയുമ്പോ ആ അഭിപ്രായം പറയാനുള്ള ഇടമാണ് കോൺഗ്രസ് എന്ന് എന്താണ് MMS തോന്നാത്തത്? അതോ നിങ്ങൾ പുരുഷ നേതാക്കൾക്ക് മാത്രമേ കോൺഗ്രസ് ജനാധിപത്യ അവകാശമുള്ളൂ? അതിന് പകരം മാധ്യമ ഓഡിറ്റിംഗും മാധ്യമ വിധി കൽപ്പിക്കലും അല്ലല്ലോ നമുക്ക് വേണ്ടത്. സോഷ്യൽ മീഡിയയിലൂടെ ഈ ലക്ഷ്മി പത്മയെ ആരോപിച്ചുകൊണ്ട് എത്ര പരാതികൾ വന്നു സോഷ്യൽ മീഡിയയിൽ. അവസാനം അവർ തന്നെ CPM-ന്റെ സൈബർ ഹാൻഡിലുകൾക്കെതിരെ അഭിപ്രായം പറയേണ്ട സാഹചര്യം ഉണ്ടായില്ലേ? അപ്പൊ വനിതാ നേതാക്കന്മാരെ കുറിച്ച് പറഞ്ഞാൽ ദീപ്തി മേരി വർഗീസിന്റെ സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ കണ്ടില്ലേ? അങ്ങനെയും വനിതാ നേതാക്കന്മാർ അഭിപ്രായം പറയുന്നുണ്ട്. വ്യത്യസ്ത ആളുകൾ ദീപ്തി മേരി വർഗീസിന്റെ അഭിപ്രായ പ്രകടനമാണ് കൃത്യമായത്. അതിൽ ആരെയും വേദനിപ്പിച്ചിട്ടില്ല. അങ്ങനെയാണ് കോൺഗ്രസ്സുകാർ അഭിപ്രായം പറയേണ്ടത് എന്നങ്ങ് പറയുമ്പോഴും കോൺഗ്രസിലുള്ള കോൺഗ്രസിലുള്ള ഈ പറയുന്ന ജനാധിപത്യ അവകാശങ്ങൾ എല്ലാവർക്കും അഭിപ്രായം പറയാനുള്ളതാണ് എന്ന് പറയുമ്പോഴും ഈ 2 കാര്യങ്ങളും ഉമാ തോമസിനും ബിന്ദു കൃഷ്ണയ്ക്കും ബാധകമല്ല. ഉമാ തോമസും ബിന്ദു കൃഷ്ണയും അഭിപ്രായം പറഞ്ഞാൽ അത് കോൺഗ്രസിലെ ജനാധിപത്യത്തിന്റെ അടിസ്ഥാനത്തിൽ പറയുന്നതല്ല. അത് MM ഹസൻ തീരുമാനിക്കും പറയണോ വേണ്ടയോ എന്നുള്ളത്. അതൊക്കെയാണ് വൻ കോമഡികൾ എന്ന് പറയുന്നത്. ജനാധിപത്യം അവനവന് ഇഷ്ടമുള്ളവർക്ക് മാത്രം അവകാശ വേദ്യമാകുന്ന അവസ്ഥ അതെങ്ങനെയാണ് എന്ന് മനസ്സിലാകുന്നില്ല.